എടാ എന്താണ് നിങ്ങളുടെ പ്രതിപക്ഷം? ഇത്രയ്ക്ക് സ്ത്രീ വിരുദ്ധത പാടില്ല. ഇപ്പൊ തന്നെ മോദിജി കരഞ്ഞില്ലാന്നേ ഉള്ളൂ. ഏത് വിഷയത്തിലാണാവോ? മോദിജി ആയതുകൊണ്ട് എന്തിനൊക്കെയാണ് കരയണേന്ന് പറയാക്കൂല. അല്ല ഈ വനിതാ സംവരണ ബില്ലിലൊക്കെ അതിലൊക്കെ എന്തിനിങ്ങനെ കിടന്ന് പിടിക്കുന്നത്? അതൊക്കെ പാസ്സാക്കി വിട്ടാ പോരെ? ഓക്കെ, വിഷയം 1 ഇത് വനിതാ സംവരണ ബില്ലല്ല. വിഷയം 2 ആ ബില്ല് ഉടായിപ്പാണ്, കരച്ചിൽ ഉടായിപ്പാണ്. വിഷയം 3 നിങ്ങളെ കണക്ക് ഓരോരുത്തർക്ക് ഇതിന്റെ പൊട്ടത്തരമാക്കാൻ വേണ്ടി തന്നെയാണ് ഈ ബില്ലിനെ ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിപ്പോ കറക്റ്റായിട്ട് വീഴുകയും ചെയ്തിട്ടുണ്ട്. എനിക്കറിയാൻ മോളെ, നീ ഇപ്പൊ പറയാൻ പോകുന്നത് ഡീലിമിറ്റേഷന്റെ കാര്യമല്ലേ? ഡീലിമിറ്റേഷൻ അതായത് മണ്ഡല പുനർനിർണ്ണയം. ഇത് നടത്തിയിട്ട് വേണ്ടേ വനിതാ സംവരണം നടപ്പിലാക്കാൻ? അന്തേ ഡീലിമിറ്റേഷൻ ചെയ്യാതെ വനിതാ സംവരണം നടപ്പിലാക്കിയ ഇപ്പോൾ ഉള്ള അംഗസംഖ്യ വെച്ചിട്ട് വനിതാ സംവരണം നടപ്പിലാക്കണതല്ലേ മാസ്? നിങ്ങളുടെ മറ്റേ ചാണക മാസല്ല, സാധാരണ മാസം. അത് ഇതാ പോരെ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സെൻസസ് വരുമ്പോ എന്തായാലും സീറ്റ് കൂടുമല്ലോ, പിന്നെ ഇപ്പൊ എന്താ ചെയ്താല്? ഇത് തന്നെയാണ് എന്റെയും ചോദ്യം. സെൻസസ് വരുമ്പോ എന്തായാലും സീറ്റ് കൂടുമല്ലോ, പിന്നെന്തിനാണ് ഈ വനിതാ സംവരണത്തിന്റെ പേരും പറഞ്ഞൊരു ഡീലിമിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യം? എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഈ നാട്ടിലെ സ്ത്രീകളോട് നിങ്ങൾ ചെയ്തത് ഭയങ്കര അവഗണനയാണ്. നിങ്ങളൊക്കെ കൂടി കാരണമാണ് മോദിജിക്ക് മാപ്പ് പറയേണ്ടി വന്നത്. പൊന്നു മോനെ, ഈ നാട്ടിൽ തന്നെയല്ലേ കത്വ, ഉന്നാവോ, ഹത്രാസ്, മണിപ്പൂർ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കണം. ആ മോദിയുടെ സ്വന്തം ഗുജറാത്തില് ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയുടെ വയറ്റിൽ ശൂലം കുത്തിക്കയറ്റിയാണ് ആ കുഞ്ഞിനെ കൊന്നത്. ഇതൊന്നും ഈ നാട്ടിലല്ലേ നടക്കണേ? അപ്പോഴൊന്നും കണ്ടില്ലല്ലേ ഈ കരച്ചില്? എന്നാലും ഈ ബില്ല് എനിക്ക് ജെന്യൂൻ ആയിട്ടാ തോന്നിയത്. അതുകൊണ്ടാണ് സംഖ്യ എന്ത് വിഷമിക്കണ്ടെന്ന് പറയായിരുന്നു.